ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിലെടുക്കുന്ന ബൈബിൾ ഭാഗം സെക്രിയാവ് 4:7. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരുവാൻ സഹായിക്കണമേ. രോഗികളായവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കണമേ. ഒപ്പം അതുപോലെ തന്നെ സമാധാനം കൊടുക്കണമേ. ഊർജിന മാർഗമില്ലാത്തവർക്ക് ഉപജീവന മാർഗങ്ങൾ കൊടുക്കണമേ. കർത്താവെ, കൃപയാൽ തന്നെ കർത്താവ് നാമുണ്ടോട് പരിശുദ്ധാത്മാവ് ക്രിയച്ചമറാക്കണമേ. സകലവും കർത്താവിൻ്റെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? സമഭൂമിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് മുമ്പിൽ പ്രതികൂലം നിലകൊള്ളുന്ന ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അത് പർവ്വതമായിക്കൊള്ളട്ടെ, പർവ്വതമായ വിഷയങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പറയുക സമഭൂമി ആയിത്തീരും. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് പ്രതികൂലമായി നിൽക്കുന്ന ഏത് വിഷയങ്ങളാകട്ടെ, ഏത് പർവ്വത തുല്യ വിഷയങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം സമഭൂമിയായിത്തീരും. ആ ദൈവ പൈതലിന് വിപരീതമായി ഒന്നും വിജയിക്കില്ല എന്നുള്ളതാണ്. അതായത് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ ആത്മാവിൽ നടക്കുന്നവന് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ എതിരുകളായാലും കോട്ടകളായാലും അതെല്ലാം മാറി വീണു പോകും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. ദൈവത്തിന് സ്തോത്രം. അതായത് അങ്ങനെ വ്യക്തികള് കർത്താവിൽ ആയിത്തീരും എന്നുള്ളതാ അതിന്റെ സത്യം. സ്തോത്രം. ദൈവത്തിന് യെശയ്യാവ് 41 കാരണം എന്താകുന്നത്? യെശയ്യാവ് 41 13 മുതൽ 13 വാക്യം വായിച്ച്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ആമേൻ. കാരണം എന്താ? സമഭൂമിയായി തീരുന്നതിന് കാരണം എന്താ? നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അപ്പൊ വലം കൈ കൊണ്ട് കർത്താവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അപ്പൊ കർത്താവ് പറയുന്നു, നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് നമ്മളെന്ന് വിശ്വസിക്കണം. ഇത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കണം. ഒരു ദൈവ പൈതലായ വ്യക്തി കർത്താവ് പറയുന്നു, ആ വ്യക്തി പറയുന്നു, നിന്റെ വലം കൈ കർത്താവ് പിടിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും നിനക്ക് പ്രതികൂലമായി നിന്നാലും അത് വീണു പോകും. അവർ കർത്താവിന്റെ ഹിതത്തിന് പ്രതികൂലം നിലകൊള്ളുന്നത് കൊണ്ട് അത് വിജയിക്കില്ല. അവർ ഒന്നുകിൽ കർത്താവിന്റെ രക്ഷ കരസ്ഥമാക്കി ആ വ്യക്തികളും കരസ്ഥമാക്കിയേ പറ്റുകയുള്ളൂ. എന്നിട്ട് കർത്താവിന്റെ ആത്മാവ് പറയുന്നത് നോക്കിയ 14 പ്രശ്നങ്ങൾ ആയിരിക്കുമ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് ഒരു പുഴുവ് പോലെ ഞാൻ ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അതിന്റെ 14 41 വാക്യം വായിച്ചേ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യത്തോട് കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാനും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നോക്കേ, ആ കർത്താവിന്റെ കൃപയുടെ അളവ് ആ 15 വാക്യം വായിക്കുമ്പോൾ ആ കൃപയുടെ അളവ് എത്രമാത്രം ആയിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ
മെതിവെണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും. ഇതാ ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതുമായ മെതുവണ്ടിയാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതായത് പല്ലേറിയത് അത് ദൈവത്തിന്റെ കൃപയാ. ഒരു ദൈവ പൈതലിനെ തൊടുന്നവര് ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് കൊണ്ട് അത് ഹല്ലേലൂയ കർത്താവ് ആക്കുന്നത് എങ്ങനെയാ? മെതിവണ്ടി, മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാ നമ്മളാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേല ചെയ്യുന്നവരെ, കുടുംബങ്ങളെ, വിശ്വാസികളെ കർത്താവിന് വേണ്ടി ധൈര്യമായി ഇറങ്ങുക. അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഓ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. നീ അവയെ പാറ്റും. എങ്ങനെയാ? നമ്മളെ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടി ആക്കുന്നു. ഈ മെതിവണ്ടി 1000 ലക്ഷങ്ങൾ ചെയ്യുന്നവരുടെ ജോലി ഒരു ദിവസത്തിൽ 4-5 മണിക്കൂർ കൊണ്ട് ചെയ്യും. അപ്പൊ ദൈവം അനുകൂലമായി തീരുമാനമായി വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മുമ്പുള്ള മഹാപർവ്വതങ്ങൾ എങ്ങനെയായി തീരും? സമഭൂമിയായി തീരും. ഈ കർത്താവിന്റെ ആത്മാവാ ഇത് പറയുന്നത്. മനുഷ്യന്റെ ആത്മാവല്ല പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് സമഭൂമിയായി തീരും. അതിന് കൃപ കർത്താവിന്റെ വിശ്വാസത്തിൽ ബലപ്പെട്ട് കൃപയോട് നടക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ആണിക്കൽ ഒന്നിൽ രക്ഷ. ഈ എതിരായി നിൽക്കുന്ന വ്യക്തികള് കർത്താവിനെ രക്ഷിത സ്വീകരിക്കും. അല്ലെങ്കിൽ നടക്കുന്നത് എന്തെന്ന് എന്റെ തിരുവായി കൊണ്ട് ഞാൻ പറയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വ്യക്തികള്, ദൈവഹിതത്തിന് ബവിരി നിൽക്കുന്ന വ്യക്തികള്, ഹല്ലേലൂയ, മെതിച്ചു പൊടിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അതെല്ലാം കാറ്റ് പാറ്റുന്ന പതിർ ഒന്നേ രക്ഷ. അല്ലെങ്കിൽ അത് നടക്കുന്നത് എന്താണെന്ന് എന്റെ നാവ് കൊണ്ട് പറയില്ല. കാറ്റവയെ പാറ്റും. 16-ാമത്തെ ഭാഗം, കാറ്റവയെ പാറ്റും, പറപ്പിച്ചു കൊണ്ടുപോകാൻ ചുഴലിക്കാറ്റവയെ ചിതറിച്ച് കളയും. ഹല്ലേലൂയ, സ്തോത്രം. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും. ഉല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധ പുകഴുക മാത്രം. അത് സ്തുതി സ്തോത്രങ്ങൾ മാത്രം പറയും. ഹല്ലേലൂയ, സ്തോത്രം. അവരെങ്ങനെയാ? ചുഴലിക്കാറ്റ്, തനിക്ക് പ്രതികൂലമായി എതിരുകൾ, കോട്ടകളെല്ലാം ചുഴലിക്കാറ്റ് പറപ്പിച്ചു കൊണ്ടുപോകുന്നവരും. ആ വ്യക്തി ഒന്നും ചെയ്യേണ്ട, ദൈവത്തിന്റെ ആത്മാവ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. കാറ്റവെ പറപ്പിച്ചും ചുഴലിക്കാറ്റവെ തനിക്ക് പ്രതികൂലം നിലകൊള്ളുന്ന എതിരുക്കൾ, കോട്ടകളാകുന്ന അതിനെല്ലാം പറപ്പിച്ചുകൊണ്ട്. പക്ഷേ ഈ വ്യക്തി ദൈവ പൈതൽ ചെയ്യേണ്ടത് ഈശ്വരന്റെ പരിശുദ്ധന് സ്തോത്രം ചെയ്യുക മാത്രം ചെയ്യുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സങ്കീർത്തനം 33-ന്റെ 1-ാം വാക്യം എടുക്കുമ്പോഴേ, ഹല്ലേലൂയ, 33-ന്റെ 1-ാം വാക്യം എടുക്കുമ്പോഴേ, ഹല്ലേലൂയ, സ്തോത്രം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ, ഘോഷിച്ച് ഉല്ലസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം. നീതിമാൻ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? കൈകാലുകൾ നീട്ടേണ്ട ആവശ്യമില്ല. കർത്താവിൽ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. അവൻ നമ്മൾ സ്തുതിച്ചാൽ മാത്രം മതി. ചെയ്യേണ്ടത് കർത്താവ് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിന്റെ അളവ് അത്ര വലുതാ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ദാവീദിന്റെ വിശ്വാസത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ 18-ാം സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ എടുക്കുമ്പോഴേ, ഹല്ലേലൂയ, അതിന്റെ വിശ്വാസത്തിന്റെ അളവ് നമുക്കിവിടെ കാണുവാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. അതായത് 18-ാം വായിച്ചേ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും. യഹോവ എന്റെ ബലവും എന്റെ കോട്ടയും എന്റെ സങ്കേതവും എന്റെ രക്ഷകനുമാകുന്നു. ഹല്ലേലൂയ. അത് നോക്കിയ ദാവീദിന്റെ 1-ാം വാക്യം 2-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. യഹോവ എന്റെ ശൈലം. അതായത് യഹോവ എന്റെ ശൈലമാ നിൽക്കുമ്പോ പ്രതികൂലമായ നിലകൾ എല്ലാ എതിരുകളും കോട്ടകളും തകർന്നടിഞ്ഞ് മാറിപ്പോകും.
അത് എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും എന്റെ ദൈവം. ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയാ കർത്താവായ ക്രിസ്തു. അല്ലേ, എന്റെ പാറയും എന്റെ കോട്ടയും എന്റെ ബലവും എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവുമാകുന്നു. ഹല്ലേലൂയ. അവൻ ആരാ? എന്റെ പാറ, എന്റെ കോട്ട, എന്റെ ബലം, സങ്കേതം എല്ലാം വിശ്വാസത്തിൽ ബലപ്പെട്ടിരിക്കുമ്പോ കർത്താവിൽ ആയിത്തീരുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തികളും ഈ വ്യക്തിക്ക് പ്രതികൂലമായി കർത്താവിന്റെ ഹിതത്തിന് പ്രതികൂലം നൽകുന്ന വ്യക്തികൾ നിലകൊള്ളുവാൻ പറ്റുകയില്ല. അത് നമുക്ക് വീണ്ടും ആ കുറുവാക്യത്തിൽ സ്വരൂപാവിന്റെ മുന്നിൽ മഹാപർവ്വതമേ നീ ആർ സമഭൂമിയായി തീരും. ഇത് മനുഷ്യന്റെ തിരുവായ വഴിയല്ല പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ പറയുന്നത്. സമഭൂമി നീ അതിനെ കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ, സ്തോത്രം ദൈവത്തിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ സേവ ചെയ്യുക, വിശ്വാസത്തോടെ ആയിത്തീരുക. ഈ തിരുവചനത്താൽ ഈ വചനം കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവെ കേൾക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായി തീരാൻ സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. രോഗികളായവർക്ക് വിടുതൽ കൊടുക്കണം, ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുക്കണമേ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഉപജനമാർക്കം ഇല്ലാത്ത ഉപജനമാർക്കം സകലം കർത്താവിന്റെ കരം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയന്റെ യാചന സദയം കേൾക്കണം. സകലവും മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുമാറാകട്ടെ.